നമസ്കാരം. 1,00,000 യുവാക്കളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാഷ്ട്രീയ കുടുംബവാഴ്ച അവസാനിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ മാസ്റ്റർ സ്ട്രോക്കാണിത്. ഇത് ഉന്നമിക്കുന്നത് നെഹ്റു കുടുംബത്തെ തന്നെയാണ്. പ്രധാനമന്ത്രി മോദി പലതവണ രാഷ്ട്രീയ കുടുംബവാഴ്ചയെ വിമർശിച്ചിട്ടുണ്ട്. ഇത് ജനാധിപത്യത്തിനും ഭരണത്തിനും ഭീഷണിയാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കോൺഗ്രസിന് കുടുംബത്തിന് പ്രഥമ പരിഗണന എന്ന മനോഭാവമുണ്ട്. അവർക്ക് ജനങ്ങളിൽ വിശ്വാസമില്ല. ജനാധിപത്യത്തിലും അവർക്ക് വിശ്വാസമില്ല. എല്ലാം ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇത് രാജ്യത്തിന്റെ ജനാധിപത്യ ഘടനയെ നശിപ്പിക്കുന്നതാണ് എന്നാണ് മോദിയുടെ വാക്കുകൾ. 2014 മുമ്പ് പത്രങ്ങളുടെ തലക്കെട്ടുകൾ എന്തായിരുന്നുവെന്ന് യുവാക്കൾക്കറിയില്ല. 10 മുതൽ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതികൾ മുമ്പ് നടന്നിരുന്നു. അതായത് 2014 മോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് ഇന്ത്യ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അഴിമതികൾ നടത്തി നാട് മുടിപ്പിച്ചു എന്നാണ് മോദി നൈസായി പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന ഭീകര പ്രവർത്തനങ്ങൾക്കും വിദേശ ബന്ധത്തിനും കാരണം കോൺഗ്രസുകാരും കുടുംബ വാഴ്ചയും തന്നെയാണെന്നാണ് മോദി പറയുന്നത്. എന്നാൽ അത് ഇപ്പോഴത്തെ കാശ്മീരിന്റെ വികസനം കാണുമ്പോൾ നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാം. 1,00,000 യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ യുവാക്കൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിലും പെട്ടവർ ആയിരിക്കരുത്. ആദ്യമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരായിരിക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. കൂടാതെ വികസിത ഇന്ത്യയിലെ ഏറ്റവും വലിയ പങ്കാളികളാണ് യുവാക്കൾ. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന എക്സ് ഫാക്ടറാണ് അവർ. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അവരാണ് ഇന്നത്തെ എക്സ് ഫാക്ടർ. പരീക്ഷണം, മികവ്, വികാസം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് എക്സ് എന്ന വാക്ക്. ഈ 3 ഘടകങ്ങൾ ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള പാതയെ രൂപപ്പെടുത്തുമെന്നാണ് മോദി പറയുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.